ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ആൻഡ്രോയിഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ, ക്ലിപ്പായിട്ട് കുറേ ആപ്പിളിന് ഭയങ്കരമായി ട്രോൾ കിട്ടുകയാണ്. അവരെ ഐഫോൺ 13 ഡിസൈനെ കുറിച്ച്. നമ്മൾ ഐഫോൺ 13 ബേസ് മോഡലായ ഐഫോൺ 13ൻ്റെ ഡിസൈൻ കഴിഞ്ഞ കൊല്ലത്തെ ഐഫോൺ 12ൻ്റെ ക്യാമറ സെൻസറിലെ താഴത്തെ സെൻസറിനെ ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ പുതിയൊരു ഐഫോൺ ആയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് തന്നെ ഇപ്പം ട്രോൾ കിട്ടുകയാണ്. ശരിയാണ്, നമ്മൾ നോക്കുമ്പോൾ ഐഫോൺ 12ഉം ഐഫോൺ 13നും അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ആപ്പിൾ ക്യാമറ സെറ്റപ്പ് ഡയാഗണൽ ആക്കിയത്. പല ആളുകൾക്കും ഈ ഒരു സെറ്റപ്പ് അധികം ഇഷ്ടപ്പെട്ടിട്ടാണ്. ഇത് ഡയാഗണൽ ആക്കിയതിന് ശേഷം ഈ ഒരു ഐഫോൺ 13ൻ്റെ ലുക്ക് പല ആളുകൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, അവർക്ക് ഐഫോൺ 12ൻ്റെ ഡിസൈൻ തന്നെയാണ് ഇതിനേക്കാൾ നല്ലതായി തോന്നിയത്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ കാരണം. ഇത് ആപ്പിൾ വെറുതെ ആക്കിയതല്ല, ഒരു പുതിയ ഐഫോണാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലോജിക്കലായ റീസൺസും ഉണ്ട്. അപ്പോൾ ആ ഒരു കാരണങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ കാരണത്തിൽ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഈ ഒരു 2 ചിത്രം നോക്കൂ. അപ്പോൾ ഈ ഒരു 2 ചിത്രത്തിൽ നിങ്ങൾക്ക് ഏതാണ് ഐഫോൺ 11 എന്നും ഏതാണ് ഐഫോൺ 12 എന്നും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിങ്ങളിൽ 90% ആളുകളും ഇതിൽ വാൾപേപ്പർ നോക്കിയിട്ടായിരിക്കും ഏതാണ് ഐഫോൺ 11 ഏതാണ് ഐഫോൺ 12 എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് ഒരു വ്യത്യാസം ഇവിടെ കാണുന്നില്ല. ഓക്കെ, എന്താണ് വ്യത്യാസം? ആകെ ഒരു വാൾപേപ്പറിൽ മാത്രം നമുക്കിവിടെ വ്യത്യാസമായി കാണുന്നത്. അഥവാ ഇപ്രാവശ്യവും അവർ ഐഫോൺ 13ൽ സെയിം ഡിസൈൻ, ഇതുപോലത്തെ ഡിസൈൻ തന്നെ കൊണ്ടുവരികയാണെങ്കിൽ അവരെ സെയിൽസ് കുറയുന്നതായിരിക്കും. ഒരു കസ്റ്റമർ എന്ന രീതിയിലല്ലാതെ ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ആപ്പിൾ എന്ന രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പം അത് അവർക്ക് മോശം തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ഇപ്രാവശ്യം ഈ ഒരു ചെറിയൊരു ഡിഫറൻസ് ആണെങ്കിലും ഈ ഒരു ഡിഫറൻസ് കൊണ്ടുവന്നത്. കാരണം അവർക്ക് ഐഫോൺ 13ൽ ഈ ഒരു ചേഞ്ച് ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഐഫോൺ 12 യൂസേഴ്സൊക്കെ പറയും എന്താണ് വ്യത്യാസം, ഇവിടെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറയാം. സോ അതുകൊണ്ടാണ് ഒന്നാമത്തെ റീസൺ വരുന്നത്, മേക്ക് ദ ഡിഫറൻസ്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് എനിക്ക് കുറച്ചും കൂടി ലോജിക്കലായി തോന്നുന്നത് നേരത്തേനും കാട്ടി. പക്ഷെ നേരത്തേതും കറക്റ്റ് തന്നെയാണ്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ ഐഫോൺ 13ൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഐഫോൺ 12 പ്രോ മാക്സിലുള്ള സെൻസർ ഷിഫ്റ്റ് ടെക്നോളജി. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. സെൻസർ ഷിഫ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യാമറയിലെ, അപ്പോൾ OIS എന്ന് കേട്ടിട്ട് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, നമ്മൾ വീഡിയോ എടുക്കുമ്പം നമ്മളെ ക്യാമറ സ്റ്റേബിളായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്നോളജി കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ഒരു OISൽ നമ്മളെ മൊബൈൽ ഫോണിൻ്റെ ലെൻസാണ് അനങ്ങുന്നത്. പക്ഷേ ആപ്പിൾ കൊണ്ടുവന്ന സെൻസർ ഷിഫ്റ്റ് ടെക്നോളജിയിൽ ആ സെൻസർ, ആ ക്യാമറ തന്നെ നേരാണ് നല്ല രീതിയിൽ അനങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ക്യാമറ അനങ്ങുമ്പം അതിന് നല്ല രീതിയിൽ സ്പേസ് വേണം. അപ്പം നമ്മൾ സ്പേസ്, അതിന് കൂടുതൽ സ്പേസ് വേണം ആ ഒരു സെൻസറിന്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങണം, അതിന് വേണ്ടിയിട്ട് കൂടുതൽ സ്പേസ് വേണം. പക്ഷേ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ഐഫോൺ 12ൻ്റെ ഡിസൈൻ വെക്കുമ്പം അതിനത്ര സ്പേസ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇപ്രാവശ്യം അവർ ഡയാഗണൽ ആക്കിയത്. എങ്കിൽ അവർക്ക് സെൻസർ ഷിഫ്റ്റ് ടെക്നോളജി ചെയ്യുന്നതിന് അവരെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ സ്പേസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ കാര്യം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇതൊരു പെട്ടെന്ന് ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. ഈ ഒരു 2 കാരണങ്ങൾ കൊണ്ടാണ് ആപ്പിളിന് ആ ഒരു ക്യാമറ സെറ്റപ്പ് ഡയാഗണൽ ആക്കേണ്ട വന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അഥവാ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഐഫോൺ 13 എടുക്കാൻ നിന്നൊരാളാണെങ്കിൽ ഡോണ്ട് ബൈ ഐഫോൺ 13. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹിഷാം. ബൈ.